അച്യുതൻ കൂടി ചെയ്യുന്നു. അച്യുതന്നെ, അപ്പോൾ ഇതാണ് കേരളത്തിലെ സാഹചര്യം. ഇവിടെ ആരും പണിയെടുക്കാതിരിക്കുന്നില്ല, എല്ലാവരും കഠിനമായി പണിയെടുക്കുകയാണ്. ഈ പറയുന്ന സമയം കൊണ്ട് എവിടെയും ഓടിപ്പിടിക്കുന്നില്ല, എത്തിപ്പെടുന്നില്ല എന്നുള്ളത് ഗ്രൗണ്ടിലെ സാക്ഷ്യമാണ്. ഈ BLOമാർ എല്ലാവരും ഒരുപോലെ കള്ളം പറയും എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിന് രാഷ്ട്രീയത്തിനപ്പുറം ഈ ടെക്നിക്കൽ പ്രശ്നമുണ്ട് എന്ന കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനം. സുപ്രീം കോടതിയിൽ എപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരിക അച്യുതൻ? ഹാഷ്മി, ബീഹാറിലെ SIR അതിന്റെ നടത്തിപ്പിന്റെ രീതിയിൽ പിശകുണ്ടെന്നായിരുന്നു ആരോപിച്ച് ഹർജികൾ എത്തിയതെങ്കിൽ നിലവിലിപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇപ്പോൾ സർക്കാർ കൂടി സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ പ്രായോഗികതയെ സംബന്ധിച്ച് തന്നെയാണ്. അതിന്റെ പ്രായോഗികത സംബന്ധിച്ചുള്ള, അത് നടപ്പിലാക്കുന്ന രീതിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും മുസ്ലിം ലീഗ് ഇന്നലെ ഹർജി നൽകുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും ഈ BLOമാർ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നത്, BLOമാരുടെ ആത്മഹത്യ സംഭവം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇന്നലെ ഹർജി ഫയൽ ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറി വഴി ഈ ഒരു ഹർജി ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് SIR നടപടികൾ നിർത്തിവെക്കണം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഈ SIR പ്രക്രിയ കൂടി നടന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്നൊരു ആവശ്യമാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലൂടെ മുൻപോട്ട് വച്ചിരിക്കുന്നത്. SIRഉം തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തിയാൽ അത് ഭരണ സംവിധാനത്തെ ബാധിക്കും എന്നതാണ് പ്രധാനമായും സർക്കാർ ഇപ്പോൾ കോടതിയിൽ ഹർജി മുഖാന്തരം അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസും ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നടപടികൾ നിർത്തിവെക്കണം എന്ന സമാന ആവശ്യത്തിൽ തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ആ ഹർജി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉത്തർപ്രദേശും ഈ SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് ഘടകവും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ഈ SIRന്റെ പ്രക്രിയ അത് നടത്തുന്ന രീതി അടക്കമുള്ള കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാരും കേരളത്തിലെ പാർട്ടികളും കോൺഗ്രസും ഒരുപക്ഷെ ഒരു മനുഷ്യസാധ്യമല്ലാത്ത ഗ്രൗണ്ടിൽ ഓടിയെത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ടാർഗറ്റ് കൊടുക്കുന്നുള്ളതാണ് BLOമാരുടെ പരാതി. അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് വെറുതെ പറയുന്നതല്ല. ഈ പറയുന്ന ഓഡിയോ സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തേക്ക് വരികയാണ്. ഏറ്റവും ഒടുവിൽ ഒരു EROയുടെ ഓഡിയോ പുറത്തേക്ക് വരുന്നത് ഒരു വീട്ടിൽ 1-2 തവണ പോകുമ്പോൾ അവരില്ലെങ്കിൽ, ഇപ്പോൾ കേരളമാണ്, എല്ലാവരും ജോലിക്ക് പോകുന്ന സ്ഥലമാണ്, പലതരത്തിലുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അങ്ങനെ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അത് ആബ്സെന്റ് എന്നോ ഡെത്ത് എന്നൊക്കെ അടിച്ചങ്ങ് വിട്ടാനാണ് പറയുന്നത്. എന്താണോ SIR ഉദ്ദേശിക്കുന്നത് അതിന് നേരെ വിപരീത ഫലം ചെയ്യാനാണ് ഈ പറഞ്ഞ ERO അടക്കം കൊടുക്കുന്ന നിർദ്ദേശം. അപ്പോൾ എന്താകും ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് കാത്തിരുന്നതിനെ കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.